ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ സില ബീൻതി ലഡ്കിയ എന്നുള്ള കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഖാലി ഖേത് മേ ലഡ്കിയ ക്യൂ ആത്തി ഹോഗി? ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിൽ എന്തുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടികൾ വരുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഖാലി ഖേത് മേ ലഡ്കിയ സില ബീൻനെ കെലിയെ ആത്തി ഹെ. അതായത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിലെ ഓരോ ധാന്യമണികൾ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികൾ വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. दान को पहचानने की क्षमता लड़कियों को कैसे मिली होगी? അതായത് ഏത് വെറൈറ്റി ആണ്, റൈസിന്റെ തന്നെ ഏത് വെറൈറ്റി ആണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്ഷമത എന്ന് വെച്ചാൽ കഴിവ്, അത് ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയായിരിക്കും കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. ലഡ്കിയ दूबराज, विष्णु भोग और नाग केसर को उनके रंग और खुशबू से पहचानती है. അപ്പോൾ ഈ പെൺകുട്ടികള് ദൂബ്രാജ്, വിഷ്ണു ഭോഗ്, അതുപോലെ തന്നെ നാഗ് കേസർ തുടങ്ങിയ വെറൈറ്റീസിനെ അവയുടെ റംഗ്, കളറും അതുപോലെ തന്നെ ഖുഷ്ബു, സുഗന്ധവും വെച്ചിട്ടാണ് പെഹചാൻതി ഹെ, ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. पीली धूप में उनकी हंसी और गुनगुनाहट, इन पंक्तियों का लड़कियों के जीवन से क्या संबंध है? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈൻ പീലി ധൂപ് മേ ഉൻകി ഹസി ഓർ ഗുൻഗുനാഹട്ട് എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. पीली धूप में उनकी हंसी और गुनगुनाहट दिखाती है कि लड़कियां कठिन मेहनत करते हुए भी खुश रहती है. അപ്പോ ഈ വെയിലില്, മഞ്ഞ കളറില് വെയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടികള് ചിരിക്കുകയും അതുപോലെ തന്നെ മൂളിപ്പാട്ട് പാടുകയൊക്കെ ചെയ്യും. ഗുൻഗുനാന്ന് വെച്ചാൽ മൂളിപ്പാട്ട് പാടുക എന്നാണ്. അപ്പോ അവരുടെ ചിരിയും അതുപോലെ തന്നെ മൂളിപ്പാട്ടൊക്കെ ദിഖാത്തി ഹെ, കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കി ലഡ്കിയ കഠിൻ മെഹനത് കർത്തേ ഹുവേ ബി, ഈ പെൺകുട്ടികള് കഠിനമായ ജോലി ചെയ്യുന്ന സമയത്തും കഠിനാധ്വാനം ചെയ്യുന്ന സമയത്തും ഖുഷ് രഹത്തി ഹെ, സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഉൻകി മൗജൂദ്ഗി ഖേത്തോ മേ ഉജാല ഓർ താസ്ഗി ഭർ ദേത്തി ഹെ. അവരുടെ മൗജൂദ്ഗി എന്ന് വെച്ചാൽ അവരുടെ പ്രസൻസ്, വയലുകളിലെ ഉജാല എന്ന് വെച്ചാൽ വെളിച്ചം, അതുപോലെ തന്നെ താസ്ഗി എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രഷ്നെസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിറയ്ക്കുന്നു. ഭർ ദേത്തി എന്ന് വെച്ചാൽ നിറയ്ക്കുന്നു. അപ്പൊ ഇവർ ഇത്രയും സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന സമയത്ത് ആ വയലിൽ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ്, അതുപോലെ തന്നെ ഒരു വെളിച്ചമൊക്കെ പടരുന്നത് പോലെ, നിറയുന്നത് പോലെ കവിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. जल पाखियों के चोंच मारने और लड़कियों के सिला बीनने में क्या संबंध है? ജൽപാക്കി വെള്ളത്തിൽ കൊത്തുന്നതും പെൺകുട്ടികൾ ധാന്യക്കതിര് പെറുക്കിയെടുക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. जल पाखियां पानी में अपनी चोंच मारकर जिस प्रकार छोटे जीवों को चुनते हैं वैसे ही लड़कियां झुककर सिला बीनती है. അപ്പം ഈ വാട്ടർ ബേർഡ്സ് എങ്ങനെയാണോ വെള്ളത്തിലെ ചോഞ്ച് മാർക്കർ എന്ന് വെച്ചാൽ കൊത്തിയിട്ട്, കൊക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് ചോട്ടി ജീവോ ചുൻത്തെ, ചെറിയ ചെറിയ ജീവികളെ ചുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ചൂസ് ചെയ്യുക, അവരിങ്ങനെ പിടിച്ചോണ്ട് പോകും തെരഞ്ഞെടുത്തിട്ട്. വാസിഹി, അതേപോലെ തന്നെയാണ് ലഡ്കിയ ജുക്കർ, പെൺകുട്ടികള് ജുക്നാന്ന് വെച്ച് കഴിഞ്ഞാല് കുനിയുക, കുനിഞ്ഞിട്ട് സില ബീൻതി ഹെ, ഓരോ ധാന്യക്കതിരും പെറുക്കിയെടുക്കുന്നത്. ഇസ്ലിയെ ഇൻ ലഡ്കിയോ കി തുൽന ജൽ പാഖിയോ സെ കിയാ ഗയാ ഹെ. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ തുൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ, താരതമ്യം എന്തിനായിട്ട് ചെയ്തിട്ടുള്ളത്? ഈ ജൽപാഖിനായിട്ട് ചെയ്തിട്ടുള്ളത്. ദോനോ കെ ഹി ജാനെ കെ ബാദ് ബി ഉൻകെ വഹാ ഹോനെ का एहसास होता है. രണ്ടുപേരും അവരുടേതായ സ്ഥലങ്ങളിൽ നിന്ന് പോയതിനു ശേഷവും അവരവിടെ തന്നെ ഉണ്ട് എന്നുള്ള എഹസാസ് ഹോത്താ ഹെ എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. മിലാൻ കരെ എന്ന് വെച്ചാൽ മാച്ച് ചെയ്യാന്നാണ്. അപ്പം രംഗീൻ ചിടിയ, കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സ് എന്തിനായിട്ടാണ് മാച്ച് ആവുന്നത്? സില ബീൻതി ലഡ്കിയ. ഇത് ഈ പോത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഗുലാബി റോഷ്നി എന്ന് പറയുന്നത് ഫാൽത്തി പ്രസന്നത, അതായത് ഈ പെൺകുട്ടികളുടെ മുഖത്ത് ഒരു പിങ്ക് കളറിലുള്ള വെളിച്ചം വരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു സെന്റൻസിൽ, ഒരു ലൈനില്. അപ്പം അത് എന്താണ്? പ്രസന്നതേനെയാണ് കാണിക്കുന്നത്. ചോഞ്ച് മാർന ഖാനെ കി തലാഷ്,
പീലി ധൂപ്പ് जिंदगी का तीखापन ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കവിത കെ ആധാർ പർ സഹി ആശയ ചുൻകർ ലിഖേ. അപ്പം കവിതയെ ബേസ് ചെയ്തിട്ട് താഴെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ധാൻ കട്ടായി കെ സമയ ലഡ്കിയാ ഖേത് മേ ആത്തി ഹെ. അങ്ങനെ പറയുന്നില്ല, കാരണം ധാൻ കട്ടായി കെ ബാദ് എന്നാണ് പറയുന്നത്, വിളവെടുപ്പിന് ശേഷമാണ് വരുന്നത്. സില ബീനने के लिए लड़कियां खेत में आती है, അത് കറക്റ്റ് ആണ്. दोपहर होने पर लड़कियां थक जाती है. വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്കും ഈ പെൺകുട്ടികൾ ക്ഷീണിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ എവിടെയും പറയുന്നില്ല കവിതയിൽ, അപ്പൊ അതില്ല, അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. लड़कियों के चेहरे की गुलाबी रोशनी धरती पर फैलती है, അത് കറക്റ്റ് ആണ്. ലഡ്കിയാ ദാൻ കോ പെഹചാനനെ മേ അസമർത്ഥ ഹോത്തി ഹെ. അസമർത്ഥരല്ലോ, കാരണം ഈ പെൺകുട്ടികൾ ഈ വെറൈറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്. लौटने के बाद भी खेत में लड़कियों की उपस्थिति भरी रहती है, करेक्ट ആണ്. केवल एक जून की बालियां लेकर लड़कियां घर लौटती है, അതും കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത की വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കവിതയുടെ വിശ്ലേഷണാത്മക് ടിപ്പണി എന്ന് പറഞ്ഞാൽ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതിന്റെ വിശ്ലേഷണം നടത്തുന്ന എന്ത് ചെയ്യണം, ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ് ഹിന്ദി സാഹിത്യ के एक प्रमुख लेखक है. ഏകാന്ത് ശ്രീവാസ്തവ് ജി എന്താ ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ലേഖകനാണ്. ഉൻഹെ കേദാർ സമ്മാൻ ജैसे अनेक പുരസ്കാർ പ്രാപ്ത് हुए हैं. അദ്ദേഹത്തിന് കേദാർ സമ്മാൻ പോലെയുള്ള അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സിലാ ബീൻതി ലഡ്കിയാ ഉൻകി एक प्रमुख कविता है. സിലാ ബീൻതി ലഡ്കിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇസ് കവിത में उन्होंने एक वक्त के भोजन के लिए संघर्ष करने वाली लड़कियों का चित्रण किया है, जो किसी भी हालत में अपने മുസ്കാൻ കോ ചെഹരെ സെ ഹട്നെ നഹി ദേത്തി. അപ്പൊ അദ്ദേഹം ഈ ഒരു കവിതയില് ഏക് വക്ത് കെ ഭോജൻ കെ ലിയെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സംഘർഷ് കർനെ വാലി എന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്യുന്ന ലഡ്കിയോ കാ ചിത്രം കിയാ ഹെ, സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ജോ കിസി ബി ഹാലത് മേ, അവര് ഏത് സാഹചര്യത്തിലായാലും അപ്നി മുസ്കാൻ കോ ചെഹരെ സെ ഹട്നെ നഹി ദേത്തി, തങ്ങളുടെ ആ ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് നിന്ന് മാറാനായിട്ട് അനുവദിക്കുന്നില്ല. ഹട്ടിന എന്ന് വെച്ച് കഴിഞ്ഞാല് മാറ്റുക എന്നാണ്. അപ്പം തങ്ങളുടെ മുഖത്ത് എപ്പോഴും ആ പുഞ്ചിരി കൊണ്ടാണ് ഇവർ ഈ സ്ട്രഗിളിന് വരുന്നത്, ഇവർ ഈ ജോലി ചെയ്യാനായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. धान कटाई के बाद खाली खेतों में रंगीन चिड़ियों की तरह सिला बीनने के लिए लड़कियां उतरती है. അങ്ങനെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത്, ഖാലി ഖേത്തോമേ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളില് രംഗീൻ ചിടിയോ കി തര കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സിനെ പോലെ സില ബീനനെ के लिए ലഡ്കിയാ ഉത്തർത്തി ഹെ, ഈ ധാന്യക്കതിരുകള് പെറുക്കിയെടുക്കാനായിട്ട് ഈ പെൺകുട്ടികള് ഇറങ്ങുന്നു. വേ ജുണ്ട് മേ ഏക് ഖേത് സെ ദൂസരെ ഖേത് ജാത്തി ഹെ, അവര് ജുണ്ട് എന്ന് വെച്ചാൽ കൂട്ടമായിട്ട്, അവർ കൂട്ടമായിട്ട് ഒരു വയലിൽ നിന്ന് മറ്റു വയലുകളിലേക്ക് പോകുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കണേ, ഇത് ദൂർബാസ് എന്നല്ല, ധൂബ് രാജ് എന്നാണ്. ധൂബ് രാജ് വിഷ്ണു ഭോഗ് और नाग केसर जैसे धान को वे उनके रंग और खुशबू से पहचानती है. അപ്പൊ ധൂബ്രാജ്, വിഷ്ണുഭോഗ്, അതുപോലെ തന്നെ നാഗ് കേസർ തുടങ്ങിയ വെറൈറ്റീസിനെ അതിന്റെ സ്മെല്ലും അതുപോലെ തന്നെ കളറൊക്കെ നോക്കിയിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ബായും റായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ധൂബ് രാജ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. दोपहर की पीली धूप में उनकी हंसी और गुनगुनाहट खेतों में फैलती है. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ് അവരുടെ ചിരിയും അവർ ചിരിക്കുന്ന ശബ്ദവും അതുപോലെ തന്നെ അവരുടെ മൂളിപ്പാട്ടുകളൊക്കെ വയലുകളിലെ വ്യാപിക്കും. ഉൻകെ ചെഹരെ സെ എക് ഗുലാബി റോഷ്നി ധർത്തി പർ ഫാൽത്തി ഹെ, അവരുടെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു റോസ് കളറിലുള്ള റോഷ്നി വെളിച്ചം എന്താണ് ധർത്തി പർ ഭൂമിയില് फैलती है व्याപിക്കും. संध्या समय आने पर वे अपने बर्तनों को देखती है कि एक वक्त के खाने के लिए पर्याप्त दान मिला है या नहीं. അങ്ങനെ വൈകുന്നേരം ആവുന്ന സമയത്ത്, സന്ധ്യ ആവുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള പാത്രം അവർ നോക്കും, ഒരു നേരത്തേക്കുള്ള പര്യാപ്തമായിട്ടുള്ള എന്ത് ദാൻ കിട്ടിയിട്ടുണ്ടോ, ധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവര് നോക്കും. അഗർ പര്യാപ്ത ദാൻ ഹെ തോ വേ അപ്നെ ഘർ ലോട്ട് ജാത്തി ഹെ, അങ്ങനെ അവർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, വീട്ടിലോട്ട് പോകും. परंतु उनके जाने के बाद भी उन खेतों में उनके होने का एहसास होता है.
जैसे जल पाखी द्वारा पानी में चोंच मारकर उड़ जाने के बाद भी बहुत देर तक उनका संगीत वहां भरा रहता है. അങ്ങനെ ഇവര് പോയി കഴിഞ്ഞാലും കുറെ നേരത്തേക്ക് അവരവിടെ ഉണ്ട് എന്നുള്ളൊരു എഹ്സാസ് എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. എങ്ങനെയാണോ ജൽപാഖി ദ്വാര പാനി മേ ചോഞ്ച് മാർക്കർ ഉഡ് ജാനെ കെ ബാദ് ബി, വാട്ടർ ബേർഡ്സ് വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കുത്തി കുത്തി പോയതിനു ശേഷം, എന്നിട്ട് അവിടുന്ന് പറന്നു പോയതിനു ശേഷം കുറെ സമയത്തേക്ക് വെള്ളത്തിൽ അവരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്ത്രീകൾ വയലിൽ നിന്ന് പോയാലുള്ള അവസ്ഥയും എന്നാണ് പറയുന്നത്. കവിത മേ സില ബീൻതി ലड़कियां समाज के गरीब स्त्रियों का प्रतीक है जो संघर्ष में भी मुस्कुराकर आगे बढ़ने की कोशिश करती है. അപ്പോൾ ഈ സില ബീൻതി ലड़कियां എന്ന് പറഞ്ഞ കവിതയിലെ സമൂഹത്തിലെ ഗരീബ് സ്ത്രീയോക്ക, ഗരീബ് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ദരിദ്രരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതീകമാണ് ഇതിലെ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അവര് ഏത് സംഘർഷത്തിലും മുസ്കുരാക്കർ പുഞ്ചിരിച്ചുകൊണ്ട് ആകെ ബഡ്നേക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള കോശിഷ് കർത്തി ഹെ, ശ്രമങ്ങൾ നടത്തുന്നു. इस कविता में कवि ने नारी सशक्तिकरण और समाज में संघर्ष करने वालों എന്ന് എഴുതണ്ട കേട്ടോ, संघर्ष से गुजरने वालों की स्थिति बदलने की आवश्यकता पर ബൽ ദിയാ ഹെ. അപ്പം ഇതിലെന്താണ് പറയുന്നത് ഈ ഒരു കവിതയിലൂടെ. അതുപോലെ തന്നെ നാരി സശക്തീകരണം എന്ന് വലിയ വാക്കാണ്, നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നാരിയോ കെ ഉദ്ധാർ എന്ന് എഴുതാം നിങ്ങൾക്ക് കേട്ടോ. കവിനെ നാരിയോ കെ ഉദ്ധാർ और समाज में संघर्ष से गुजरने वालों की स्थिति बदलने की आवश्यकता पर बल दिया है എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോ ഈ ഒരു കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്ന തീംസ് എന്ന് പറയുന്നത് നാരി സശാക്തീകരണം അല്ലെങ്കിൽ നാരിയോ ക ഉദ്ധാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ത്രീകളുടെ ശാക്തീകരണം. അതുപോലെ തന്നെ സമാജ് മേ സംഘർഷ സെ ഗുസർനെ വാലെ ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളില്ലേ, ഇവരുടെയൊക്കെ അവസ്ഥകൾ മാറേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഊന്നൽ നൽകുകയാണ് കവി ഇവിടെ എന്നാണ് ലാസ്റ്റത്തെ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിതയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.